നേരം വെളുത്തു വരുന്ന സമയം രാവിലെ തന്നെ ഒരാൾ കൃഷിപ്പണിക്കായി തൻ്റെ പാടത്തേക്ക് വന്നു. അപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു വെടി ശബ്ദം കേൾക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ആരോ വെടിവെക്കുന്ന ശബ്ദമാണ് കേട്ടത്. എന്നാൽ ഇതേ സമയം ഒരാൾ തോക്കുമായി മറ്റൊരാളെ ഓടിക്കുന്നുണ്ടായിരുന്നു. ഓടിയെത്തിയ ആൾ റോഡിലൂടെ വന്ന വണ്ടി ഇടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണു. മറ്റൊരിടത്ത് ഒരാൾ അതിരാവിലെ ജോഗിങ്ങിന് പോവുകയാണ്. അയാളുടെ പിറകെയും 2 പേർ പോകുന്നുണ്ട്. പെട്ടെന്ന് അവിടേക്ക് ഒരു വാഗനാർ വന്ന് അതിൽ നിന്നും ഒരാൾ ഇറങ്ങി അയാളെ വെടിവെച്ച് കൊന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു ബാപ്പയും മോനും കേസ് കൊടുക്കാനായി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ഇതേ സമയം SI ശങ്കരരാമനെ അയാളുടെ മേലുദ്യോഗസ്ഥൻ വിളിച്ചിട്ട് മരിച്ചത് ഒരു റിട്ടയർഡ് ജഡ്ജാണ്, ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു, എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ കൊലപാതകളെ കണ്ടെത്തണമെന്ന് വാൺ ചെയ്യുന്നു. സ്റ്റേഷനിലെത്തിയ മുസ്തഫയും ബാപ്പയും SI ശങ്കരരാമനെ കണ്ട് ഒരാഴ്ചയായി തങ്ങളുടെ കാറ് കാണാനില്ല എന്ന് പറയുന്നു. ഇതേ സമയം DYSP ആരെയോ വിളിച്ച് വേണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. എന്നിട്ട് SIയുടെ റൂമിലേക്ക് വന്നു. കാറ് കാണാതായി 7 ദിവസം കഴിഞ്ഞു, ഇപ്പോഴാണോ കേസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ താൻ സ്ഥലത്തില്ലായിരുന്നു, നാട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞതെന്ന് മുസ്തഫ പറഞ്ഞു. DYSP മുസ്തഫയുടെ കാറിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ ജസ്റ്റിസിനെ കൊല്ലാൻ വന്നവരുടെ കാറിൻ്റെ സെയിം നമ്പർ മുസ്തഫയും പറഞ്ഞു. എന്തിനാടാ നീ ജഡ്ജിയെ കൊന്നതെന്ന് ചോദിച്ച് DYSP മുസ്തഫയെ അടിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന ശങ്കരനാരായണൻ, സാർ ഇവരല്ല എന്ന് തോന്നുന്നു, നമുക്കൊന്നുകൂടി അന്വേഷിച്ചിട്ട് ഉറപ്പിച്ചാൽ പോരെ, താൻ കൂടുതലൊന്നും പറയണ്ട, ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി എന്ന് SIയോട് DYSP പറഞ്ഞു. എന്നാൽ അടുത്ത ദിവസം മുസ്തഫയെ കോർട്ടിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോൾ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് SIയോട് പറയും. എന്നാൽ കോടതി മുസ്തഫയെ റിമാൻഡ് ചെയ്യും. മുസ്തഫയും കൊണ്ട് ജയിലിലോട്ട് പോകുമ്പോൾ CI ജോസ് വന്ന് പറയും മുസ്തഫയുടെ കാറ് കണ്ടെത്തിയിട്ടുണ്ട്. ACP ഗ്രേസി മാഡം മുസ്തഫയെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. SI ശങ്കരരാമൻ മുസ്തഫയും കൊണ്ട് സ്പോട്ടിലേക്ക് പോകും. അവിടെ എത്തിയപ്പോൾ ACP ഗ്രേസി, ഇത് തന്നെയാണോടോ നിന്റെ കാറ്? കാറിലെ നിന്റെ എന്തെങ്കിലും സാധനം മിസ്സിംഗ് ആണോ എന്ന് നോക്കാൻ ACP മുസ്തഫയോട് പറയും. തൻ്റെ കാറ് പരിശോധിക്കാനായി കാറിനുള്ളിലേക്ക് കയറുമ്പോൾ അതിൽ നിന്നൊരു തോക്ക് കിട്ടും. അത് തൻ്റെ തോക്കല്ല എന്ന് മുസ്തഫ ഗ്രേസിയോട് പറയും. എന്നാൽ ഗ്രേസി അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല. ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പോരെ മേഡം, ഇവനാണ് കൊന്നതെന്ന് ഉറപ്പിക്കാൻ SI അനന്തരാമൻ ACPയോട് ചോദിക്കും. ഇവൻ കൊന്നത് എൻ്റെ ഫാദർ ഇൻ ലോയെയാണ്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് ACP മുസ്തഫയുടെ നേരെ തോക്ക് ചൂണ്ടും. എന്നാൽ തൻ്റെ മകനെ രക്ഷിക്കാനായി കേസ് താൻ ഏറ്റെടുത്തോളാമെന്ന് മുസ്തഫയുടെ ബാപ്പ പറയും. ഇവരെ പേടിച്ച് ബാപ്പ ഈ കേസൊന്നും ഏറ്റെടുക്കണ്ട, നമുക്ക് കോടതിയിൽ തെളിയിക്കാമെന്ന് മുസ്തഫ ബാപ്പയോട് പറയും. അപ്പോഴേക്കും ACP മുസ്തഫയുടെ ബാപ്പയെ വെടിവെക്കും. അടുത്തത് മുസ്തഫയെ വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ ACPയുടെ കൈ തട്ടിമാറ്റിയ SI മുസ്തഫയോട് ഓടിക്കൊള്ളാൻ പറയും. മുസ്തഫയുടെ പിന്നാലെ ഓടിയ ACP മുസ്തഫയെ വെടിവെക്കും. മുസ്തഫ പാലത്തിൽ നിന്നും താഴെ വീഴും. CI ജോസ് SIയുടെ കൈ പിടിച്ച് മുറിവുണ്ടാക്കിയ ശേഷം SIയെ ആക്രമിക്കാൻ നോക്കിയപ്പോൾ മുസ്തഫയെ SI വെടിവെച്ച് കൊന്നു എന്ന് വരുത്തി തീർത്തു. എന്നാൽ ആ ഇൻസിഡൻറ്റ് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു. ശങ്കരരാമൻ ഇപ്പോൾ തൻ്റെ മകനോടൊപ്പമാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ തൻ്റെ ഭാര്യയ്ക്കായി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കുകയാണ് ശങ്കരരാമൻ. ഇന്നലെ താൻ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ കയറിയിരുന്നു, എന്നാൽ അമ്മ അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു എന്ന് ശങ്കരനാരായണൻ്റെ മകൻ പറഞ്ഞു. മകൻ പറഞ്ഞത് കള്ളമാണെന്ന് ശങ്കരനാരായണന് മനസ്സിലായി. അങ്ങനെ ശങ്കരരാമൻ ഹോസ്പിറ്റലിലേക്ക് പോവാനായി ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത ഫ്ലാറ്റിലെ ഗോവിന്ദൻ നമ്പ്യാരെ കാണും. എന്നാൽ ഇന്നലെ അങ്കിൾ ചെസ് കളിക്കാൻ വരാത്തത് കൊണ്ട് അച്ഛൻ അങ്കിളിനോട് പിണക്കമാണ് എന്ന് ഗോവിന്ദൻ്റെ മകൾ പറയും. ഹോസ്പിറ്റലിലെത്തി തൻ്റെ ഭാര്യയെ കണ്ട ശങ്കരരാമൻ തൻ്റെ പഴയ കേസിൻ്റെ കാര്യമുള്ളതിനാലാണ് തനിക്ക് എപ്പോഴും ഇങ്ങോട്ട് വരാൻ കഴിയാത്തത് എന്ന് ഭാര്യ ലക്ഷ്മിയോട് പറയും. അതിനുശേഷം ഡോക്ടറെ പോയി കാണുമ്പോൾ ഉടനെ തന്നെ ലക്ഷ്മിയുടെ സർജറി നടത്തണമെന്ന് പറയും. എന്നാൽ ഡോണറെ കിട്ടിയിട്ടുണ്ട്, ക്യാഷ് കുറച്ചുകൂടി അറേഞ്ച് ചെയ്യാനുണ്ട്, ഉടനെ തന്നെ അത് അറേഞ്ച് ചെയ്യാമെന്ന് ശങ്കരരാമൻ ഡോക്ടറോട് പറയും. എന്നിട്ട് കോടതിയിൽ പോയി വക്കീലിനെ കാണുന്നു. ഈ കേസ് ജയിച്ചാൽ മാത്രമേ തനിക്കുള്ള പെൻഷൻ തുകയെങ്കിലും ലഭിക്കുള്ളൂ. എന്നാൽ താനാണ് അന്ന് വെടിവെച്ചത് എന്നുള്ളതിന് ACP ശക്തമായ തെളിവാണ് കൊടുത്തിട്ടുള്ളത്. ഈ കേസ് ജയിക്കാൻ വളരെ പാടാണ് എന്ന് വക്കീൽ പറഞ്ഞു. ഇതേ സമയം സബ് ഇൻസ്പെക്ടറായി ജോലി കിട്ടിയ രാഹുൽ തൻ്റെ ആദ്യ പോസ്റ്റിങ്ങിനായി ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വരും. തൻ്റെ ആദ്യ പോസ്റ്റിംഗ് ആയതുകൊണ്ട് 2 മാസം സ്റ്റേഷൻ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി എന്നാണ് DGP പറഞ്ഞത് എന്ന് CI രാഹുലിനോട് പറയും. രാഹുൽ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു റിട്ടയർഡ് അധ്യാപകൻ തൻ്റെ സ്ഥലം ഒരാൾ കയ്യേറിയിരിക്കുകയാണ് എന്നും അതിനു വേണ്ട നടപടി എടുക്കണമെന്ന് ഹെഡ് കോൺസ്റ്റബിളിനോട് പറയും. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് പരാതിയോടൊപ്പം ആ സ്ഥലത്തിൻ്റെ ആധാരവും ഹെഡ് കോൺസ്റ്റബിൾ വാങ്ങിവെക്കും. എന്നാൽ ബ്ലേഡ് മാഫിയ റിട്ടയർഡ് അധ്യാപകൻ്റെ പ്രോപ്പർട്ടി കയ്യേറിയെന്ന് പറഞ്ഞ് ചാനലിൽ ന്യൂസ് വരും. ഈ ന്യൂസ് കാണുന്ന CI ഹെഡ് കോൺസ്റ്റബിളിനോട് പറയും അയാളുടെ ആധാരം കീറിക്കളഞ്ഞേക്ക്, ആ ആധാരമില്ലാതെ അയാൾ എന്ത് ചെയ്യാനാ? എന്നാൽ ഇതേ സമയം ആ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറെ കാണുന്ന CIയും റിപ്പോർട്ടറും തമ്മിൽ വഴക്കാകുന്നു. നിത്യ എന്നാണ് ആ ന്യൂസ് റിപ്പോർട്ടറുടെ പേര്. നിത്യ ആ അധ്യാപകനെയും കൊണ്ട് വീടിൻ്റെ ഡോക്യുമെൻറ്റ്സ് വാങ്ങാൻ വരുമ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് ഇവിടെ തന്നിട്ടില്ല എന്ന് ഹെഡ് കോൺസ്റ്റബിൾ കള്ളം പറയുന്നു. എന്നാൽ ഇന്നലെ അയാൾ ഡോക്യുമെൻറ്റ്സ് മേടിച്ച് വെക്കുന്നത് കണ്ട രാഹുൽ അങ്ങോട്ടേക്ക് വന്ന് മര്യാദയ്ക്ക് ആ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാൻ പറഞ്ഞു.
അങ്ങനെ ആ ആധാരം ആ അധ്യാപകന് തന്നെ തിരികെ നൽകി. എന്നാൽ ആ ഹെഡ് കോൺസ്റ്റബിൾ സർക്കിളിനോട് ചെന്ന് പുതുതായി ചാർജ് എടുത്ത SI ഒന്നിനും സമ്മതിക്കുന്നില്ല. എല്ലാ കാര്യത്തിനും അവന് പ്രശ്നമാണ്. എങ്കിൽ ഞാൻ അവനൊരു പണി കൊടുക്കാം, അപ്പോൾ അവൻ്റെ അഹങ്കാരമൊക്കെ കുറച്ച് കുറയും എന്ന് CI പറയും. അങ്ങനെ ഒരു കൊടും കുറ്റവാളിയെ പിടിക്കാനുള്ള ഡ്യൂട്ടി അവർ രാഹുലിന് കൊടുക്കും. തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു രാഹുൽ. എന്നാൽ അതിലേ പോവുകയായിരുന്ന നിത്യ രാഹുലിനെ കണ്ട് രാഹുലിനെ പരിചയപ്പെടാനായി വരും. നിത്യ രാഹുലിനോട് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്പർ തരാമോ എന്ന് ചോദിക്കും. നമ്പർ കൊടുത്ത ശേഷം രാഹുൽ പറയും താനൊരു കേസിൻ്റെ അന്വേഷണത്തിലാണ്, തന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞ് താൻ ഫോളോ ചെയ്തിരുന്ന പ്രതി കയറിയ ബസ്സിൽ രാഹുലും കയറി. എന്നാൽ രാഹുൽ കയറിയ ബസ്സിൽ ഒരു പയ്യൻ ഒരാളുടെ മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നതിനിടയിലാണ് രാഹുലിൻ്റെ കയ്യിലെ തോക്ക് കാണുന്നത്. രാഹുൽ അറിയാതെ ആ തോക്ക് മോഷ്ടിച്ച ശേഷം അവൻ പയ്യെ രാഹുലിൻ്റെ അടുത്ത് നിന്നും പിറകിലേക്ക് പോകും. എന്നാൽ പെട്ടെന്ന് തൻ്റെ തോക്ക് നോക്കുമ്പോൾ തോക്ക് കാണാത്ത രാഹുൽ ബസ്സിലാകെ നോക്കും. ബസ്സിലെ ആരോ തൻ്റെ തോക്ക് മോഷ്ടിച്ചു എന്ന് മനസ്സിലായ രാഹുൽ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുമ്പോൾ ആ പയ്യൻ ഇറങ്ങി ഓടും. രാഹുൽ അവൻ്റെ പിന്നാലെ ഓടുമെങ്കിലും രാഹുലിൻ്റെ കയ്യിൽ നിന്നും അവൻ രക്ഷപ്പെടും. എന്നാൽ അവിടെ നിന്നും തിരിച്ച് സ്റ്റേഷനിലെത്തിയ രാഹുൽ സിയോട് ആ തോക്ക് മോഷണം പോയ കാര്യം പറയും. CI രാഹുലിനോട് ദേഷ്യപ്പെടും. എന്നാൽ ഗ്രേഡ് SI സിയോട് പറയും, സാർ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല, DGP പ്രത്യേകം പറഞ്ഞതാണ് ഇവന് സ്റ്റേഷൻ ഡ്യൂട്ടി മാത്രം 2 മാസത്തേക്ക് കൊടുത്താൽ മതിയെന്ന്. തൽക്കാലം ഇതൊരു ഇഷ്യൂ ആക്കാതെ തോക്ക് കണ്ടെത്തുന്നതാണ് എല്ലാവർക്കും നല്ലതെന്ന് ആ ഗ്രേഡ് SI പറയും. തോക്ക് അന്വേഷിച്ച് രാഹുൽ സിറ്റിയിലെ കക്കാപ്പാപ്പിയുടെ സങ്കേതത്തിലെത്തുന്നു. രാഹുൽ ആരാണെന്നറിയാതെ കക്കാപ്പാപ്പിയുടെ ഗുണ്ടകൾ രാഹുലുമായി പിടിച്ചു തള്ളാവുന്നു. എന്നാൽ രാഹുൽ SI ആണ് എന്നറിഞ്ഞപ്പോൾ ഒന്ന് പേടിച്ച് അവർ രാഹുലിനെ കക്കാപ്പാപ്പിയുടെ അടുത്തെത്തിക്കുന്നു. എന്നാൽ തനിക്ക് കൃത്യമായി പലിശ തരാത്ത ഒരുത്തനെ ഞാൻ തട്ടിക്കളഞ്ഞുവെന്നും എന്നാൽ അത് തെളിയിക്കാനുള്ള തെളിവൊന്നും സാറന്മാരെ കയ്യിലില്ല എന്നും കക്കാപ്പാപ്പി രാഹുലിനോട് പറഞ്ഞു. എന്നാൽ താൻ ഒരു കൊലപാതക കേസും അന്വേഷിച്ചു വന്നതല്ല, ഒരു പയ്യനെ അന്വേഷിച്ചു വന്നതാണ്. നീ അവനെ കണ്ടുപിടിച്ച് തരണം. ഇനി തന്നില്ല എങ്കിൽ നീ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട്, അത് ഞാൻ കേസാക്കും എന്ന് കക്കാപ്പാപ്പിയോട് രാഹുൽ പറയും. എന്നാൽ തനിക്ക് ഈ സിറ്റിയിൽ ആകെക്കൂടെ അറിയാവുന്ന നിത്യയെ വിളിച്ച് രാഹുൽ തനിക്കൊന്ന് കാണണമെന്ന് പറയും. എന്നിട്ട് നിത്യയെ പോയി കണ്ട രാഹുൽ തൻ്റെ തോക്ക് നഷ്ടപ്പെട്ടു പോയി എന്നും അത് കണ്ടെത്തിയില്ലെങ്കിൽ തൻ്റെ ജോലി പോകുമെന്നും താനൊരു റിപ്പോർട്ടറല്ലേ, അതുകൊണ്ട് ഇവിടെയുള്ള പല ക്രിമിനൽസുമായും കോണ്ടാക്ട് കാണുമല്ലോ, അപ്പോൾ എന്നെ ഒന്ന് സഹായിച്ചുകൂടെ എന്ന് രാഹുൽ ചോദിക്കും. അങ്ങനെ രാഹുലും നിത്യയും തോക്ക് അന്വേഷിച്ചിറങ്ങും. എന്നാൽ ഇതേ സമയം പാപ്പി അനിയനെ പോലെ കാണുന്ന ടോണിയും പാപ്പിയുടെ വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുകയാണ്. പാപ്പിക്ക് തൻ്റെ ഭാര്യ റാണിയെ ഭയങ്കര ഇഷ്ടമാണ്. താൻ ഈ ക്രിമിനൽ പരിപാടിയൊക്കെ വിട്ട് റാണിയെയും കൊണ്ട് ചെന്നൈയിലേക്ക് പോയി സുഖമായി ജീവിക്കാൻ പോവുകയാണ് എന്ന് ടോണിയോട് പറയുമ്പോഴേക്കും ഒരു കോൾ വന്ന് പാപ്പി പെട്ടെന്ന് അവിടെ നിന്ന് പോകും. എന്നാൽ പാപ്പിയുടെ ഭാര്യ റാണിയും ടോണിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. പാപ്പി പോകുമ്പോൾ ടോണിയോട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് റാണി പറയും. 1 മാസത്തിനുള്ളിൽ നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്ന് ടോണി റാണിക്ക് വാക്ക് കൊടുക്കും. എന്നാൽ തോക്ക് മോഷ്ടിച്ച പയ്യനെ കണ്ടെത്തിയ പാപ്പി ഈ തോക്ക് നീ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞേക്ക്, ഇതന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട് എന്ന് പറയും. എന്നാൽ പാപ്പി ആ തോക്ക് മോഷ്ടിച്ച പയ്യൻ്റെ ഡീറ്റെയിൽസ് രാഹുലിന് പറഞ്ഞു കൊടുക്കും. രാഹുൽ രാത്രി അവൻ വീട്ടിൽ വരുന്നതും കാത്ത് അവൻ്റെ വീട്ടിൽ ഒളിച്ചിരിക്കും. വീട്ടിലെത്തി ആ പയ്യനെ പിടികൂടിയ രാഹുലിനോട് അവൻ താൻ ആ തോക്ക് മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് പറയും. എന്നാൽ ആ പയ്യൻ പറഞ്ഞതനുസരിച്ച് ആ പയ്യനെയും കൊണ്ട് അവൻ തോക്ക് കൊടുത്ത കടയിലേക്ക് രാഹുൽ പോകും. എന്നാൽ അവിടെ എത്തി ആ പയ്യൻ്റെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങിയതിനുമായി രാഹുൽ അടിയാവുന്നു. ഒടുവിൽ അവനെ അടിച്ച് കീഴ്പ്പെടുത്തിയ രാഹുലിനോട് താൻ വേറൊരാൾക്ക് കൊടുത്തു, അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം ചാനലിലെത്തുന്ന നിത്യയോട് ചാനലിൻ്റെ MD സെൻസേഷണൽ ന്യൂസ് ഒന്നും റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ ജോലി ചിലപ്പോൾ തെറിക്കുമെന്ന് പറയും. എന്നാൽ അടുത്ത ദിവസം പട്ടാപ്പകൽ ടൗണിൽ കൊറോണ സ്യൂട്ടിട്ട് ഒരു കൂട്ടം കള്ളന്മാർ ബാങ്കിനുള്ളിൽ കയറി. CCTV വിഷ്വൽസ് എല്ലാം ബ്ലർ ചെയ്ത ശേഷം തോക്ക് കാട്ടി പേടിപ്പിച്ച് ബാങ്കിലെ പണം തട്ടുന്നതിനിടയിൽ അബദ്ധത്തിൽ ഒരാൾക്ക് വെടികൊണ്ടു. 3 പേരടങ്ങുന്ന ആ കള്ളന്മാർ കള്ളവണ്ടിയിൽ വന്നാണ് ബാങ്ക് മോഷണം നടത്തിയത്. എന്നാൽ ആ മോഷണം നടത്തിയത് ടോണിയും ആ റിട്ടയർഡ് SIയും രഘു എന്ന് പേരുള്ള ഒരുത്തനും കൂടിയാണ്. കൃത്യം കഴിഞ്ഞ ശേഷം ആ റിട്ടയർഡ് SI സംഭവ സ്ഥലത്ത് പോയി അന്വേഷിച്ചിട്ട് തിരിച്ച് രഘുവിൻ്റെയും ടോണിയുടെയും അടുത്തെത്തും. വെടികൊണ്ട് ആ സ്ത്രീ മരിച്ചുപോയെന്ന് അയാൾ ടോണിയോടും രഘുവിനോടും പറയും. അവർ മരിച്ചതിൽ എനിക്കും നല്ല വിഷമമുണ്ട്, പക്ഷേ എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുമെന്ന് ആ റിട്ടയർഡ് SI പറയും. എന്നാൽ രാഹുലിന്റെ തോക്കുകൊണ്ടാണ് ആ കള്ളന്മാർ ബാങ്ക് മോഷണം നടത്തിയതെന്നറിയുന്ന നിത്യ തനിക്ക് ആകെ ആശ്രയമായ ആ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ വാർത്ത റിപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇതിനെ തുടർന്ന് രാഹുലിനെ ജോലിയിൽ നിന്ന് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. ഈ വാർത്ത അറിയുന്ന നിത്യയ്ക്ക് വളരെയധികം കുറ്റബോധം തോന്നും. എന്നാൽ ഇതേ സമയം ആ ബാങ്ക് റോബറി കേസ് അന്വേഷിക്കാൻ നിയോഗിക്കുന്ന സംഘത്തിന്റെ ഹെഡ് ആ പഴയ ACP ഗ്രേസിയാണ്. എന്നാൽ ഇതേ സമയം തങ്ങൾ മോഷ്ടിച്ച പൈസ ഒളിപ്പിക്കാനുള്ള പ്ലാനിങ്ങിനായി അവർ 3 പേരും ഒത്തുകൂടിയിരിക്കുകയാണ്. അവർക്ക് 3 പേർക്കും പരസ്പരം അവരെ പറ്റി കൂടുതലൊന്നും അറിയില്ല. ആ പോലീസുകാരൻ ഗോവിന്ദൻ എന്ന പേരാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ചായക്കടയിൽ നിന്ന് ഇറങ്ങി ഒരു ഒളിഞ്ഞ ബിൽഡിങ്ങിൽ അവർ ആ പണം കൊണ്ട് ഒളിപ്പിച്ചു.
എല്ലാ പ്ലാനിങ്ങും ഗോവിന്ദൻ്റെതാണ്. എന്നാൽ സസ്പെൻഷനിലായ രാഹുൽ തനിക്കുള്ള ആഹാരവും വാങ്ങി തിരിച്ചു വരുന്ന വഴിക്ക് ACP ഗ്രേസിയും CI ജോസും രാഹുലിനെ പിടിച്ചുകൊണ്ടുപോകും. ACP ഗ്രേസി രാഹുലിന് നേരെ തോക്ക് ചൂണ്ടിയ ശേഷം ചോദിക്കും, ആ പണം നീ എവിടെയാണ് ഒളിപ്പിച്ചത്? സത്യം പറഞ്ഞില്ല എങ്കിൽ കേസ് അന്വേഷിക്കാൻ വന്ന ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഈ കേസ് ഞങ്ങളങ്ങ് ക്ലോസ് ചെയ്യും. എങ്കിൽ മേഡം എന്നെ കൊല്ലുന്നതായിരിക്കും നല്ലത് എന്ന് രാഹുൽ പറയും. ACPക്ക് രാഹുൽ പണം എടുത്തില്ല എന്ന് മനസ്സിലാവും. എന്നാൽ തൻ്റെ കയ്യിൽ നിന്നും തോക്ക് മോഷ്ടിച്ച പയ്യനെ കുറിച്ച് രാഹുൽ ACPയോട് പറയും. ACP അവനെയും പിടിച്ചുകൊണ്ട് വരുമെങ്കിലും രാഹുലിനോട് പറഞ്ഞതിൽ കൂടുതലൊന്നും അവൻ അറിയില്ലായിരുന്നു. ACP രാഹുലിനോട് നിന്റെ പണി പോകണ്ട എങ്കിൽ കേസ് അന്വേഷിക്കാൻ ഞങ്ങളെ കൂടെ കൂടിക്കൊള്ളാൻ പറയും. എന്നാൽ അടുത്ത ദിവസം രാഹുൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിനിടയിൽ നിത്യ അങ്ങോട്ടേക്ക് വരും. നിത്യ രാഹുലിനോട് സംസാരിക്കാൻ ശ്രമിക്കുമെങ്കിലും രാഹുൽ ഒഴിഞ്ഞു മാറും. രാഹുൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോൾ നിത്യ രാഹുലിനെ തടയും. രാഹുൽ നിത്യയെ പിടിച്ചു തള്ളും. ഇത് കണ്ടുനിന്ന ആളുകൾ ഒരു പെൺകുട്ടിയെ തല്ലുന്നോടാ എന്ന് ചോദിച്ച് രാഹുലിനെ അടിക്കാൻ തുടങ്ങും. എന്നാൽ ഇത് തങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്നും അയാൾ തന്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞ് രാഹുലിനെ നിത്യ അവിടെ നിന്ന് രക്ഷപ്പെടുത്തും. എന്നാൽ ഇതേ സമയം ബാങ്കിലെത്തിയ ACPയും രാഹുലും ബാങ്കിൽ നിന്ന് 60 ലക്ഷം രൂപ നഷ്ടമായെന്ന് അറിഞ്ഞു. എന്നാൽ അതിൽ കുറച്ച് നോട്ട് പുതിയ നോട്ടായതിനാൽ കള്ളന്മാർ പണം ചിലവഴിക്കുമ്പോൾ സീരിയൽ നമ്പർ വെച്ച് നമുക്കവരെ കൊടുക്കാമെന്ന് ഗ്രേസി രാഹുലിനോട് പറഞ്ഞു. ബാങ്കിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഗ്രേസി DGPയെ വിളിച്ച് ആ ബാങ്കിൽ വെടിവെച്ചത് പോലീസിൽ നിന്നോ പട്ടാളത്തിൽ നിന്നോ ട്രെയിനിങ് കിട്ടിയ ഒരാളാണ്. അതെനിക്ക് ആ CCTV കണ്ടപ്പോൾ മനസ്സിലായി. ഗ്രേസി അവിടെ നിന്ന് നേരെ എത്തിയത് ആ പഴയ പോലീസുകാരൻ്റെ അടുത്താണ്. അയാൾ തൻ്റെ ഭാര്യയ്ക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ റെസ്റ്റോറൻറ്റിൽ കാണും, കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, താൻ അങ്ങോട്ട് വരണമെന്ന് ഗ്രേസി അയാളോട് പറയും. പേടിച്ചാണ് ശങ്കരരാമൻ ഗ്രേസിയുടെ അടുത്തേക്ക് ചെന്നത്. എന്നാൽ ആ പഴയ വെടിവെപ്പ് കേസിൻ്റെ കാര്യം പറയാനാണ് ഗ്രേസി വന്നത്. മുസ്തഫ എന്നെ ആക്രമിക്കുന്ന കണ്ടപ്പോൾ താനാണ് വെടിവെച്ചത് എന്ന് പറയണമെന്ന് ഗ്രേസി അയാളോട് പറഞ്ഞു. എന്നാൽ അപ്പോൾ ശങ്കരരാമൻ, മേഡമല്ലേ മേഡത്തിൻ്റെ ഫാദർ ഇൻ ലോയെ കൊന്നത്? എനിക്കതറിയാം എന്ന് ശങ്കരരാമൻ പറയും. അതെ, ഞാൻ തന്നെയാണ്. അയാളുടെ മകൻ്റെ വിധവയാണ് എന്ന് പോലും ഓർക്കാതെ അയാൾ പലപ്പോഴും പെരുമാറിയിട്ടുണ്ട്. ഒടുവിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ നേരെയും വന്നപ്പോൾ ഞാൻ തന്നെയാണ് അയാളെ കൊന്നത്. എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ തനിക്കല്ല ആർക്കും കഴിയില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കോടതിയിൽ പറയണമെന്ന് പറഞ്ഞ് ഗ്രേസി അവിടെ നിന്ന് പോയി. എന്നാൽ ഇതേ സമയം റാണിയും ടോണിയും തങ്ങളുടെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ റാണി ടോണിയോട് പറയും, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം, നീ അതിനുള്ള വഴി ഉടനെ കണ്ടെത്തണം ടോണി എന്ന് റാണി പറയും. എന്നാൽ ഇതേ സമയം കക്കാപ്പാപ്പി വീട്ടിൽ ദേഷ്യത്തോടെ കയറി വരും. താൻ കുളിക്കുകയായിരുന്നു, അതാണ് കതക് തുറക്കാൻ വൈകിയതെന്ന് റാണി പാപ്പിയോട് പറയും. നിന്റെ ഒരു ഒടുക്കത്തെ കുളി മാറടി എന്ന് പറഞ്ഞ് പാപ്പി റാണിയെ പിടിച്ചു തള്ളിയ ശേഷം മുറിയിലെല്ലാം കയറി നോക്കും. താൻ ഇവിടെ വെച്ചിരുന്ന ഒരു നീല പൊതി നീ കണ്ടായിരുന്നോ എന്ന് ചോദിച്ച് അലമാരയുടെ വാതിൽ തുറക്കും. അലമാരയ്ക്കുള്ളിൽ ടോണി നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും റാണി ആ നീല പൊതി കണ്ടുപിടിച്ച് പാപ്പിക്ക് കൊടുക്കും. പാപ്പി അതും മേടിച്ച് തൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകും. പേടിച്ചു പോയ റാണി ടോണിയെ വന്ന് കെട്ടിപ്പിടിക്കും. എന്നാൽ അവിടെ നിന്ന് നേരെ ആ പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബിൽഡിങ്ങിലെത്തിയ ടോണി രഘുവിനോടും ഗോവിന്ദനോടും ആ പണം തനിക്ക് ഉടനെ തന്നെ വേണമെന്ന് പറയും. ഉടനെ ഒന്നും തരാൻ പറ്റില്ല, ഇതിൻ്റെ സീരിയൽ നമ്പറൊക്കെ പോലീസിൻ്റെ കയ്യിൽ കാണും, എങ്കിൽ നമ്മൾ പിടിക്കപ്പെടുമെന്ന് ഗോവിന്ദൻ പറയും. എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പണം വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി ടോണി അവിടെ നിന്ന് പോകും. ടോണി അവിടെ നിന്ന് നേരെ എത്തുന്നത് റാണിയുടെ അടുത്തേക്കാണ്. ഒരാഴ്ചക്കകം വെച്ച് നമ്മളിവിടെ നിന്ന് പോകും, നീ പേടിക്കണ്ട എന്ന് പറയും. റാണിയെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാൻ നേരം റാണി ടോണിയോട് പറയും, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നീ എനിക്ക് എന്താണ് മേടിച്ചു തരുന്നതെന്ന്. നിനക്ക് ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടോണി വീണ്ടും ആ ബിൽഡിങ്ങിലേക്ക് പോകും. അവിടെ എത്തി ആരും അറിയാതെ അലമാരയിൽ നിന്ന് 2 ലക്ഷം രൂപയെടുത്ത് റാണിക്ക് ഗിഫ്റ്റ് വാങ്ങാനായി പോകും. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് റാണിക്ക് ഒരു വലിയ സ്വർണ്ണമാല വാങ്ങാമെന്ന് കരുതി ജ്വല്ലറിയിൽ കയറുന്ന രഘു ഒരു മാല റാണിക്കായി സെലക്ട് ചെയ്യും. എന്നിട്ട് പണം കൊടുക്കാൻ നേരം ആ പണത്തിനിടയിൽ ബാങ്കിൽ നിന്നും മോഷണം പോയ സീരിയൽ നോട്ട് ഉണ്ടെന്ന് മിഷൻ ഡിക്റ്റേറ്റ് ചെയ്യും. രഘു അറിയാതെ ജ്വല്ലറി ഉടമ ഉടനെ തന്നെ പോലീസിനെ വിളിക്കും. പോലീസ് അവിടേക്ക് വരുന്ന കണ്ട രഘു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കും. ഒരു വിധത്തിൽ രഘു അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ബാങ്കിൽ നിന്ന് കളവ് പോയ നോട്ട് ഡിക്റ്റേറ്റ് ചെയ്തു എന്നറിഞ്ഞ് ഗ്രേസിയും രാഹുലും ആ ജ്വല്ലറിയിലേക്ക് എത്തുന്നു. എന്നാൽ CCTV ക്യാമറയിൽ ടോണിയെ കാണുന്ന രാഹുൽ ഇവൻ ആ പാപ്പിയുടെ കൂടെ നടക്കുന്നവനാണ് എന്ന് രാഹുൽ ഗ്രേസിയോട് പറയും. അവിടെ നിന്ന് ടോണി നേരെ എത്തിയത് റാണിയെ കാണാനാണ്. ജ്വല്ലറിയിലെ പിടിവലിയിൽ ടോണിയുടെ കൈ ചെറുതായി ഒന്ന് മുറിഞ്ഞിരുന്നു. അതിനുശേഷം ടോണി താൻ കൊണ്ടുവന്ന മാല റാണിക്ക് നൽകി. റാണിക്ക് വളരെയധികം സന്തോഷമായി. എന്നിട്ട് ഇന്ന് രാത്രി തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോകും, നീ എല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ എന്ന് പറയുമ്പോഴേക്കും കക്കാപ്പാപ്പി അങ്ങോട്ടേക്ക് കയറി വരും. നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോടെ ടോണി, നീ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല ചേട്ടാ എന്ന് പറഞ്ഞ് ടോണി അവിടെ നിന്ന് പോകും. എന്നാൽ അപ്പോഴേക്ക് റാണിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ട്, ഇത് നീ എപ്പോഴാ മേടിച്ചത്? ഇത്രയും വലിയ മാല മേടിക്കാനുള്ള പൈസയൊക്കെ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ? എന്തായാലും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും കക്കാപ്പാപ്പിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്ന് പാപ്പി അവിടെ നിന്ന് പോകും.
എന്നാൽ ഇതേ സമയം രഘുവും ഗോവിന്ദനും തങ്ങളുടെ പണം നഷ്ടമായി എന്നറിയുമ്പോൾ ഇത് ടോണി തന്നെ എടുത്തതാവുമെന്ന് ഗോവിന്ദൻ പറയും. അല്ലെങ്കിൽ ഈ പണം എല്ലാം കൊണ്ടുപോയനെ, ഇതിപ്പോൾ 2 ലക്ഷം രൂപ മാത്രമേ പോയിട്ടുള്ളൂ, നീ അവനെ പോയി വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് ഗോവിന്ദൻ രഘുവിനെ പറഞ്ഞു വിടും. അപ്പോഴേക്കും കക്കാപ്പാപ്പി അന്വേഷിച്ച് ഗ്രേസിയും രാഹുലും കക്കാപ്പാപ്പിയുടെ അടുത്തെത്തും. നീ എന്തിനാടാ ബാങ്ക് മോഷ്ടിച്ചതെന്ന് ചോദിക്കുമ്പോൾ റാണിയെ കല്യാണം കഴിച്ച ശേഷം താൻ ഒരു ഉടായ്പ പണിക്ക് നിൽക്കാറില്ല എന്ന് ഗ്രേസിയോട് കക്കാപ്പാപ്പി പറയും. എന്നാൽ ഇതേ സമയം ടോണി പണമെടുക്കാനായി ഗോവിന്ദന്റെ അടുത്തേക്ക് വരും. തനിക്ക് ഇപ്പോൾ തന്നെ പണം വേണമെന്ന് പറഞ്ഞ് ഗോവിന്ദനും ടോണിയും വഴക്കാക്കും. നീ അല്ലേ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞ് മതി എന്നിട്ട് എന്തിനാണ് ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ വഴക്കാകും. എന്നാൽ ഗ്രേസി ടോണി ജ്വല്ലറിയിൽ നിന്നും സ്വർണം മോഷ്ടിക്കുന്ന CCTV കക്കാപ്പാപ്പിക്ക് കാട്ടിക്കൊടുക്കും. ടോണി മോഷ്ടിച്ച മാല കാണുന്ന കക്കാപ്പാപ്പിക്ക് ഇതാണ് തന്റെ ഭാര്യയുടെ കഴുത്തിൽ കുറച്ചു നേരത്തെ കണ്ടത് എന്ന് മനസ്സിലാവും. ഭാര്യയും ടോണിയും തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിയ കക്കാപ്പാപ്പി അവർ രണ്ടുപേരെയും കൊന്നതിന് ശേഷം ഞാൻ മേഡത്തിന്റെ അടുത്ത് സറണ്ടർ ആവാമെന്ന് കക്കാപ്പാപ്പി ഗ്രേസിയോട് പറയും. എന്നാൽ പാപ്പിയെ അവിടെ നിന്ന് പോവാൻ അനുവദിക്കാത്ത ഗ്രേസിയെ പാപ്പി ഇടിച്ച് തറയിൽ വീഴ്ത്തും. എന്നിട്ട് കൂടെ ഉണ്ടായിരുന്ന പോലീസിനെയും പൂട്ടിയിടും. എന്നാൽ രാഹുൽ അവിടെ നിന്നും അവർ കാണാതെ രക്ഷപ്പെടും. പാപ്പി വണ്ടിയിൽ കയറുമ്പോൾ രാഹുൽ പാപ്പിയെ പിടിച്ച് തള്ളിയിടും. രണ്ടുപേരും തമ്മിൽ അടിയാവും. ഒടുവിൽ പാപ്പി രാഹുലിനെ കൊല്ലാനായി തോക്കുമായി നിൽക്കുമ്പോൾ ACP ഗ്രേസി പാപ്പിയുടെ തലയ്ക്ക് വെടിവെക്കുന്നു. എന്നാൽ ഇതേ സമയം റാണി ടോണിയെ വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ കാണണം, നീ കറക്റ്റ് സമയമാകുമ്പോൾ അങ്ങോട്ട് വരണമെന്ന് പറയും. എന്നിട്ട് ടോണി ഗോവിന്ദനെ അടിച്ച് അവശനാക്കി പണം എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടാനായി നോക്കും. എന്നാൽ പണം എല്ലാം എടുത്തുകൊണ്ട് രക്ഷപ്പെടാൻ നോക്കിയ ടോണിയെ തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന തോക്കെടുത്ത് ഗോവിന്ദൻ വെടിവെച്ചു. കാലിലാണ് വെടികൊണ്ടതെങ്കിലും അവിടെ ഉണ്ടായിരുന്ന പെയിന്റ് പാട്ടയിൽ തട്ടി ടോണി ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും കാൽ വഴുതി അപ്പോൾ അവിടേക്ക് വന്ന രഘുവിന്റെ കാറിന്റെ മുകളിലേക്ക് വീണു. ടോണിയുടെ ഫോൺ ട്രാക്ക് ചെയ്ത പോലീസ് അപ്പോഴേക്കും റെയിൽവേ സ്റ്റേഷനിലെത്തി റാണിയെ സ്പോട്ട് ചെയ്യുന്നു. ടോണിയുടെ മൃതദേഹം രഘുവും ഗോവിന്ദനും കൂടി ആരും കാണാതെ രഘുവിന്റെ കാറിന്റെ ഡിക്കിക്കുള്ളിൽ കയറ്റി. തനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നും ആരും അറിയാതെ ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യണമെന്ന് ഗോവിന്ദൻ രഘുവിനോട് പറയും. രഘുവും ഗോവിന്ദനും ടോണിയുടെ ഡെഡ് ബോഡി ആരും കാണാതെ ഒരു കാട്ടിൽ കൊണ്ടുപോയി കുഴിച്ചിടും. എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന രഘു അടുത്തത് താനിനി എന്നെ ആയിരിക്കും കൊല്ലാൻ പോകുന്നത് എന്ന് ഗോവിന്ദനോട് ചോദിക്കും. അപ്പോഴേക്കും ടോണിയുടെ ഫോൺ ട്രേസ് ചെയ്ത് പോലീസ് അങ്ങോട്ടേക്ക് എത്തും. പോലീസ് വരുന്നത് കണ്ട രഘുവും ഗോവിന്ദനും അവിടെ നിന്ന് രക്ഷപ്പെടും. തിരിച്ചു തൻ്റെ ഫ്ലാറ്റിലെത്തിയ ഗോവിന്ദൻ രഘുവിനെ വിളിച്ച് നിനക്ക് നിന്റെ പണം വേണ്ടേ, നീ ഇന്ന് MG റോഡിലേക്ക് വരണം, ഞാൻ അവിടെ ഉണ്ടാകും നിന്റെ പണവുമായി. രഘു അങ്ങനെ തന്റെ പണം വാങ്ങാനായി MG റോഡിലേക്ക് ചെല്ലും. എന്നാൽ ഗോവിന്ദൻ തന്റെ പണവുമായി കാറിനടുത്തേക്ക് വരുമ്പോൾ രഘു അവിടെ നിന്ന് പോകും. ഗോവിന്ദൻ രഘുവിനെ വിളിച്ച് നീ എന്തിനാണ് അവിടെ നിന്ന് പോയതെന്ന് ചോദിക്കുമ്പോൾ അടുത്തത് താൻ എന്നെ കൊല്ലാനുള്ള പ്ലാൻ അല്ലേ, താൻ എല്ലാവരെയും കൊല്ലും, എനിക്ക് പണവും വേണ്ട ഒന്നും വേണ്ട, എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. അടുത്ത ദിവസം രാവിലെ സിറ്റിയിലൂടെ കറങ്ങി നടക്കുന്ന രഘുവിന്റെ ഫോൺ ഓണാകുമ്പോൾ ACP ഗ്രേസിയും പോലീസും ആ ഫോണിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കും. എന്നാൽ അത് സിറ്റിയിലെ വളരെയധികം തിരക്കുള്ള ഒരു ഭാഗമായതിനാൽ രഘുവിനെ കണ്ടെത്താൻ വളരെയധികം കഷ്ടപ്പെടും. പക്ഷെ എന്നാലും രാഹുൽ രഘുവിനെ കണ്ടെത്തും. രഘുവിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്ന രാഹുൽ രഘുവിനോട് ഗോവിന്ദനെ കുറിച്ച് ചോദിച്ചു. എന്നാൽ ഗോവിന്ദനെ പറ്റി തനിക്കൊന്നും അറിയില്ല എന്നും ഗോവിന്ദൻ എന്ന പേരും ഒരു ഫോൺ നമ്പർ മാത്രമേ അറിയുള്ളൂ, ഞങ്ങൾ സാധാരണ ഖാദർഖാന്റെ കടയിലാണ് കാണുന്നതെന്ന് പറയും. എന്നിട്ട് രഘുവിനെ കൊണ്ട് വീണ്ടും തന്റെ പണം വേണമെന്ന് പറഞ്ഞ് ഗോവിന്ദനെ വിളിപ്പിക്കും. നാളെ രാവിലെ നീ വൈറ്റിലെ ഹബിലേക്ക് വന്നാൽ നിന്റെ പണം തരാമെന്ന് ഗോവിന്ദൻ രഘുവിനോട് പറയും. എന്നാൽ ഇതേ സമയം ഗോവിന്ദന്റെ ഫോൺ ട്രാക്ക് ചെയ്ത പോലീസ് ഗോവിന്ദന്റെ ഫ്ലാറ്റിലേക്ക് വരും. എന്നാൽ ഇതേ സമയം ഗോവിന്ദൻ തന്റെ വീട്ടിൽ ചായ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. കോളിംഗ് ബെല്ല് കേട്ട് ഗോവിന്ദൻ പോയി കതക് തുറക്കും. എന്നാൽ അപ്പോഴേക്കും ഒരു പെൺകുട്ടി വന്ന് പറയും താഴത്തെ ഗോവിന്ദൻ സാറിന്റെ ഫ്ലാറ്റിലെല്ലാം പോലീസാണ്, എന്താണ് സംഭവം എന്ന് അറിയാൻ വയ്യ. ഗോവിന്ദന്റെ ഫ്ലാറ്റിലെത്തിയ പോലീസ് വർഷങ്ങളായി സംസാരശേഷിയില്ലാത്ത ഗോവിന്ദനെ കണ്ട് അമ്പരന്ന് നിൽക്കും. ഗോവിന്ദന്റെ ഐഡന്റിറ്റിയിൽ ശങ്കരരാമൻ എടുത്ത ഫേക്ക് സിം ആയിരുന്നു അത്. ഉടനെ തന്നെ ശങ്കരരാമൻ ആ സിമ്മും ഫോണും നശിപ്പിച്ചു കളയും. എന്നാൽ ഗോവിന്ദനെ ട്രാക്ക് ചെയ്യാനായി രഘുവിനെയും കൂട്ടി പോലീസ് അടുത്ത ദിവസം വൈറ്റില ഹബിലേക്ക് പോകും. രഘുവിനോടൊപ്പം പോലീസിനെ കാണുന്ന ശങ്കരരാമൻ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വരാൻ പറയും. എന്നിട്ട് ആ ഫോൺ ആ ബസ്സിനുള്ളിൽ തന്നെ കളയും. പോലീസിനോട് അനുവാദം ചോദിച്ച് രഘു ഓട്ടോ സ്റ്റാൻഡിലേക്ക് പോകും. എന്നാൽ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുന്ന രഘുവിനെ ഒരു ഓട്ടോയിലേക്ക് ശങ്കരരാമൻ വലിച്ചു കയറ്റും. ഇറക്കെ രാഹുൽ ഓടിയെത്തുമെങ്കിലും പോലീസിന്റെ കയ്യിൽ നിന്നും അവർ രക്ഷപ്പെടും. രഘുവിനെയും കൂട്ടി ഒരു റെസ്റ്റോറന്റിൽ എത്തുന്ന ശങ്കരരാമൻ CCTVക്ക് ഓപ്പോസിറ്റായി ഇരുന്ന് രഘുവിനോട് പറയും നിനക്ക് വേണ്ട പണം ഞാൻ അവിടെ ആ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്.
രഘു ആ പൈസ എടുക്കാനായി പോകുന്ന സമയത്ത് ശങ്കരരാമൻ രഘുവിന്റെ ചായയിൽ വിഷം ചേർക്കും. രാഹുൽ അപ്പോഴേക്കും അവിടെ ഓടിയെത്തുമെങ്കിലും രഘു മരിച്ചിട്ടുണ്ടാവും. തന്റെ അവസാനത്തെ തെളിവ് നശിപ്പിച്ച് ശങ്കരരാമൻ അവിടെ നിന്ന് ഈസിയായി രക്ഷപ്പെട്ടു. കേസ് കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ ഗ്രേസി പോലീസുകാരോടെല്ലാം ഷൗട്ട് ചെയ്യും. അടുത്ത ദിവസം തന്റെ തോക്കിന്റെ കാര്യത്തിനായി കൗൺസിലിനെ കാണാനായി രാഹുൽ വരുമ്പോൾ ശങ്കരരാമന് 4 വർഷം മുമ്പുള്ള തന്റെ കേസിന്റെ ആവശ്യത്തിനായി അവിടെ വന്നിരിക്കും. എന്നാൽ രാഹുലിന്റെ കയ്യിൽ നിന്ന് തന്റെ കേസിന്റെ ഫയൽ തറയിൽ വീഴുമ്പോൾ ശങ്കരരാമൻ അത് എടുത്തു കൊടുക്കും. അതിനുശേഷം രാഹുലിന് ഫോം ഫില്ല് ചെയ്യാൻ ശങ്കരരാമൻ തന്റെ ഫൗണ്ടൻ പേന കൊടുക്കും. അപ്പോഴേക്കും കൗൺസിൽ തന്റെ കേസ് വിളിച്ചു എന്നറിഞ്ഞ ശങ്കരരാമൻ കൗൺസിലിൽ ചെന്ന് അന്നത്തെ കേസിനെ പറ്റി പറയും. താനല്ല, ഗ്രേസി മേഡമാണ് അവരെ കൊന്നതെന്നും തന്നെ പ്രതിയാക്കിയതാണ് എന്നും അതിനുള്ള ഡിജിറ്റൽ എവിഡൻസ് തന്റെയിൽ ഉണ്ട് എന്ന് ശങ്കരരാമൻ കൗൺസിലിനോട് പറയും. എന്നാൽ കൗൺസിൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ശങ്കരരാമൻ പെട്ടെന്ന് തന്റെ ഷുഗർ കുറഞ്ഞ് അബോധാവസ്ഥയിലാകും. രാഹുൽ ശങ്കരരാമനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും. ഹോസ്പിറ്റലിലെത്തി ഷുഗർ നോർമലായ ശങ്കരരാമനെയും കൊണ്ട് രാഹുൽ ഒരു ചായ കുടിക്കാനായി പോകും. എന്നാൽ ചായ കുടിക്കുന്നതിന്റെ സംഭാഷണത്തിനിടയിൽ രാഹുലാണ് തന്നെ അന്വേഷിച്ചു നടക്കുന്ന പോലീസുകാരനെന്നും രാഹുലിന്റെ തോക്ക് ഉപയോഗിച്ചാണ് താൻ അവരെയൊക്കെ കൊന്നതെന്നും ശങ്കരരാമന് മനസ്സിലാകും. ശങ്കരരാമൻ രാഹുലിനോട് ഈ ലോകത്ത് എല്ലാവരും പാവങ്ങളാണ് മോനെ, സാഹചര്യങ്ങളാണ് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നതെന്ന് പറയും. എന്നിട്ട് ബില്ല് പേ ചെയ്യാനായി രാഹുൽ നിൽക്കുമ്പോൾ മോൻ പേടിക്കേണ്ട, മോന്റെ തോക്ക് ഈ ദീപാവലിക്ക് കിട്ടും, എന്റെ നാക്ക് കരിനാക്കാണ് എന്ന് പറയും. ഇത് കേട്ട് രാഹുൽ ചിരിക്കും. ഇതിനുശേഷം രാഹുൽ നിത്യയെ കാണാനായി വരും. നിത്യ തന്നോട് ചെയ്തത് വളരെയധികം മോശമായി പോയി, ഈ ജോലി കൂടി നഷ്ടപ്പെട്ടാൽ എനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാകും, അതുകൊണ്ട് ചെയ്തു പോയതാണ് എന്ന് പറയും. ഞാൻ അതൊക്കെ വിട് എന്ന് രാഹുൽ നിത്യയോട് പറയും. എന്നാൽ വാ, നമുക്ക് കാദർഖാന്റെ കടയിൽ പോയി ചായ കുടിക്കാമെന്ന് പറഞ്ഞ് രാഹുൽ നിത്യയെ വിളിക്കും. എന്നാൽ വീട്ടിലെത്തിയ രാഹുലിന് നിത്യ പറഞ്ഞ കാദർഖാനെ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ രഘുവും ഗോവിന്ദനും മീറ്റ് ചെയ്യാറുള്ള കട ആ കാദർഖാന്റെ കടയാണ് എന്ന് പറഞ്ഞത് രാഹുൽ ഓർക്കും. അടുത്ത ദിവസം കാദർഖാന്റെ കടയിലെത്തിയ രാഹുൽ അവിടെ ചായ എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന പയ്യനോട് ഗോവിന്ദനെ പറ്റി ചോദിക്കും. എന്നാൽ ഗോവിന്ദന്റെ പറ്റ് ബുക്ക് എടുത്ത് കൊടുക്കുമ്പോൾ അത് ഫൗണ്ടൻ പേന വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ആ പയ്യൻ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ താൻ ഇന്നലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയ ശങ്കരരാമൻ ആണോ ഈ കേസിന്റെ പിന്നിലെ പ്രതി എന്ന് രാഹുലിന് ചെറിയൊരു ഡൗട്ട് തോന്നും. രാഹുൽ ആ പയ്യനെയും കൂട്ടി സ്റ്റേഷനിലെ രേഖാചിത്രം വരയ്ക്കുന്ന ആളുടെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നാൽ ഇതേ സമയം CI ജോസ് മേഡത്തിനെ പറ്റി ശങ്കരരാമൻ കൗൺസിലിന്റെ മുന്നിൽ ഡിജിറ്റൽ തെളിവ് കൊടുക്കാൻ പോകുന്നു എന്ന് ഗ്രേസിയോട് പറയും. എന്നാൽ അന്ന് ഹോസ്പിറ്റലിൽ ശങ്കരരാമനെ കാണാൻ പോയപ്പോൾ അയാൾ ചായ കുടിച്ചു കൊണ്ടിരുന്നപ്പോൾ താൻ പറഞ്ഞതെല്ലാം ഷൂട്ട് ചെയ്തു എന്ന് മനസ്സിലാക്കും. എന്നാൽ അന്ന് രഘു മരിച്ചപ്പോൾ അടുത്തുണ്ടായിരുന്ന കപ്പിലെ ഫിംഗർ പ്രിന്റും ഇന്നലെ തന്റെ ഫയൽ എടുത്തു തന്ന ശങ്കരരാമന്റെ ഫയലിലെ ഫിംഗർ പ്രിന്റും ഒന്നാണ് എന്ന് മനസ്സിലാക്കിയ രാഹുലിന് ഇതിനെല്ലാം പിന്നിൽ ശങ്കരരാമനാണ് എന്ന് മനസ്സിലായി. ഇതേ സമയം താൻ ചെയ്ത മണ്ടത്തരം ഓർത്ത് ഗ്രേസി വിഷമിച്ചിരിക്കുമ്പോൾ ആ പയ്യൻ വരച്ച രേഖാചിത്രത്തിലെ പ്രതി ശങ്കരരാമനാണെന്ന് ഗ്രേസിക്ക് മനസ്സിലാകും. എന്നാൽ അന്നേ ദിവസം ശങ്കരരാമന്റെ ഭാര്യയുടെ സർജറി ആയിരുന്നു. സർജറിയിൽ ശങ്കരരാമന്റെ ഭാര്യ മരിക്കും. ഭാര്യയുടെ സർജറിക്ക് വേണ്ടിയാണ് ശങ്കരരാമൻ ബാങ്കിൽ നിന്ന് പണം മോഷ്ടിച്ചത്. അപ്പോഴേക്ക് ശങ്കരരാമനെ അറസ്റ്റ് ചെയ്യാനായി രാഹുൽ ഹോസ്പിറ്റലിലേക്ക് എത്തി. ശങ്കരരാമനെ അറസ്റ്റ് ചെയ്തു എന്ന് രാഹുൽ ACP ഗ്രേസിയെ വിളിച്ചു പറയും. എന്നാൽ ഇന്ന് ദീപാവലി ആയതിനാൽ കോടതി അവധിയായിരിക്കും, കൂടാത്തതിന് നീ സസ്പെൻഷനിലുമാണ്, നാളെ ശങ്കരരാമനെ കോടതിയിൽ ഹാജരാക്കാമെന്ന് പറഞ്ഞ് ഗ്രേസി പറയുന്ന ഒരു സ്ഥലത്തേക്ക് ശങ്കരരാമനെയും കൊണ്ട് രാഹുൽ വരും. എന്നാൽ അവിടെ എത്തുമ്പോൾ ഗ്രേസി തന്റെ ഫാദർ-ഇൻ-ലോയെയും 2 പാവങ്ങളെയും കൊന്നു എന്ന് സമ്മതിക്കുന്ന വീഡിയോ ശങ്കരരാമൻ രാഹുലിന് കാണിച്ചു കൊടുക്കും. എന്നാൽ ACP ഗ്രേസി തന്നെ ട്രാപ്പ് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കിയ രാഹുൽ ശങ്കരരാമനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഇറങ്ങുമ്പോൾ ACP ഗ്രേസി അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് കൗൺസിലിൽ താൻ ഹാജരാക്കാൻ പോകുന്ന ഡിജിറ്റൽ തെളിവ് തനിക്ക് തരാൻ ഗ്രേസി ശങ്കരരാമനോട് പറയും. എന്നാൽ ഞാൻ എന്തിനാണ് നിന്റെയും കൂടി കുറ്റം ഏറ്റെടുക്കുന്നതെന്ന് പറഞ്ഞ് ശങ്കരരാമൻ തന്റെ കയ്യിലുണ്ടായിരുന്ന രാഹുലിന്റെ മിസ്സായ ഗൺ എടുത്ത് ഗ്രേസിക്ക് നേരെ ചൂണ്ടും. എന്നാൽ അത് സാധാ ഒരു റിവോൾവർ ആണെന്നും അതിലുണ്ടായിരുന്ന എല്ലാ ബുള്ളറ്റും താൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ഗ്രേസി തന്റെ തോക്കെടുത്ത് ശങ്കരരാമനെ വെടിവെച്ചു കൊല്ലും. ഇത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുന്ന രാഹുലിനെ തെളിവ് നശിപ്പിക്കാനായി ACP ഗ്രേസി വെടിവെക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ഇതേ സമയം രാത്രി കൃഷിപ്പണിക്കായി അവിടേക്ക് വന്ന ഒരാൾ ആ വെടിവെക്കുന്ന ശബ്ദം കേട്ട് പേടിച്ചു നിൽക്കുന്നു. എന്നാൽ ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം DGP രാഹുലിനോട് ചോദിക്കുന്നു, എങ്ങനെയാണ് ഗ്രേസിയും CIയും മരിച്ചത്? ശങ്കരരാമനാണ് ACPയെയും CIയെയും വെടിവെച്ചത്, അതുകൊണ്ട് ഞാൻ ശങ്കരരാമനെ വെടിവെക്കുകയായിരുന്നു എന്ന് രാഹുൽ DGPയോട് പറയും. എന്നാൽ ഇയാൾ വേറെയും വെടിശബ്ദം കേട്ടു എന്ന് പറയുമ്പോൾ അത് ദീപാവലിക്ക് ആരെങ്കിലും പടക്കം വെച്ചതായിരിക്കും സാർ എന്ന് രാഹുൽ പറഞ്ഞു. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് രാഹുൽ ഇപ്പോൾ ഒരു ഹീറോ പരിവേഷത്തോടു കൂടി തിരിച്ച് ഡ്യൂട്ടിയിൽ കയറിയിരിക്കുകയാണ്. എന്നാൽ അന്ന് രാത്രി അവിടെ ഉണ്ടായത് ACP ഗ്രേസി രാഹുലിനെ കൊല്ലാനായി ഒരുങ്ങുമ്പോൾ പണ്ട് വെടികൊണ്ട് വെള്ളത്തിൽ വീണ മുസ്തഫ മരിച്ചിട്ടില്ലായിരുന്നു. മുസ്തഫയാണ് ACP ഗ്രേസിയെ വെടിവെച്ച് കൊല്ലുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് മുസ്തഫയെ വണ്ടി ഇടിക്കുന്നത്.
രാഹുൽ മുസ്തഫയെ കാണാനാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. മുസ്തഫയാണ് ഗ്രേസിയെ കൊന്നത് എന്ന് ആരും അറിഞ്ഞിട്ടില്ല. രാഹുൽ മുസ്തഫയോട് താൻ എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാൻ പറയും. അതിനുശേഷം രാഹുൽ നിത്യയുടെ ചാനലിൽ നിത്യയ്ക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ താൻ ഇപ്പോൾ നാട്ടിൽ ഒരു ഹീറോയാണ് എന്ന് നിത്യ രാഹുലിനോട് പറയും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.